SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഈ പത്മഭൂഷൺ കിട്ടിയ വാർത്ത അന്ന് തന്നെ അത് കുറെ വിവാദങ്ങളിലോട്ടൊക്കെ പോയി. പുള്ളി പണ്ട് പത്മഭൂഷണെ വിമർശിച്ചുകൊണ്ട് ഈ പറഞ്ഞിരുന്ന കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഇന്റർവ്യൂകളൊക്കെ പൊങ്ങി വന്ന് കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ അതേ ഇതുപോലെ ഈ പത്മഭൂഷൺ, അതായത് വെള്ളാപ്പള്ളിക്ക് കൊടുത്ത പത്മഭൂഷൺ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തോട് ഹൈക്കോടതി ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? എന്തായിരുന്നാലും അത് കേന്ദ്രത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമായിട്ടാണ്. അല്ല, എടുത്തു പറയുന്നുണ്ട്. അതായത് ഇത്രയും വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെയൊരു അവാർഡ് കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അതെ, അതൊരു എന്തിനു കൊടുത്തു എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെല്ലാവരും അത്ഭുതത്തോടു കൂടി കേരളത്തിലെ ജനത ഒന്നടങ്കം നോക്കിയിരിക്കുകയാണ്. എന്തിനാണ് കൊടുത്തത്? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിന് നൂറ് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ ഫിനാൻസ് തന്നെ ആലോചിച്ച് നോക്കൂ. എത്ര കോടി രൂപയാണ് ആ പാവങ്ങളെ തട്ടിച്ചെടുത്തത്. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ SN ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ഗോൾഡൻ ജൂബിലി കെട്ടിടം അതുമായി ബന്ധപ്പെട്ടിട്ട് അതുമായി നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ലക്ഷമാണ് അടിച്ചു മാറ്റിയത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, നിരവധി ക്രിമിനൽ കേസുകൾ. KK മഹേശൻ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ ആത്മഹത്യ ആരുടെ തലയിൽ വിരിഞ്ഞ ഐഡിയ ആയിരുന്നു അത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ എനിക്കുണ്ടായ ശാരീരിക മാനസിക പീഡനങ്ങളിൽ സഹിക്കാൻ വയ്യാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എഴുതി വെച്ചത്. അപ്പം അതിൽ പ്രതിയാണ് ഈ പറയുന്ന പിന്നെ മകൻ തുഷാർ വെള്ളാപ്പള്ളി. മറ്റൊരു കേസിൽ പ്രതിയാണ് BJP ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് ഇനി അതല്ല, ഈ പത്മഭൂഷൺ കിട്ടുന്നതിന്റെ അടിസ്ഥാനമായ ക്വാളിറ്റി അല്ലെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകണം. അല്ല, വെള്ളാപ്പള്ളി കിട്ടിയപ്പോ സ്വാഭാവികമായിട്ട് കേരളത്തിലെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്ത വരുമല്ലേ. ഒന്നടങ്കം ചോദിക്കും ചോദ്യം അതല്ലേ, ക്രിമിനൽ ആണെങ്കിൽ മാത്രമേ പത്മഭൂഷൺ കൊടുക്കത്തുള്ളൂ എന്നൊരു ചോദ്യം വരുമല്ലേ. വേറെ എത്രയോ യോഗ്യരായിട്ടുള്ളവർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടെന്നേ. ഇത്രയും ക്രിമിനൽ കേസിൽ പ്രതി ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുത്തി. അറിയോ, SNDP യോഗത്തിന്റെ പിന്നെ ഇത് വാർഷികാഘോഷവും പൊതുയോഗവും ഒക്കെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടക്കം നടത്താൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പത്രത്തിൽ പരസ്യം ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇട്ടു. നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് 5 ദിവസത്തിനകത്ത് പോയിട്ട് ഇത് ചെയ്യണം, പിന്നെ ഇത് നാമനിർദ്ദേശ പത്രിക കൊടുക്കണം. 2021 മുതൽ ഈ പണി തുടങ്ങിയതാ. 2021 പിന്നെ 26 ഈ പറയുന്ന പോലെ. എന്നിട്ട് ഏറ്റവും അവസാനം എന്ത് സംഭവിച്ചു? ഇവിടെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരെല്ലാം കൂടെ കേസ് കൊടുത്തു. സൗത്ത് ഇന്ത്യ വിനോദ് എന്ന് പറയുന്ന അതിന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ കേസിന് പോയിട്ട് എന്ത് സംഭവിച്ചു? ഏറ്റവും ഒടുവിൽ പിന്നെ പിന്നെ നോമിനേഷൻ സ്വീകരിക്കാൻ പാടില്ല, നോമിനേഷൻ കൊടുക്കുന്നത് തടഞ്ഞു മുനിസിപ്പൽ കോടതി തടഞ്ഞു. അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? അപ്പീലിന് പോയി. തിങ്കളാഴ്ച ഓർഡർ വരുന്നു, മുനിസിപ്പൽ കോടതി തടഞ്ഞുകൊണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം ഓർഡർ വരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതി അപ്പീൽ കൊടുക്കുന്നു മുനിസിപ്പൽ കോർട്ടിലെ ഉത്തരവിനെതിരെ. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ചെന്നപ്പോ നിങ്ങൾ ഓൾറെഡി ഡിസ്ക്വാളിഫൈഡ് ആണല്ലോ എന്ന് കോടതി നിരീക്ഷിച്ചു, ഡിവിഷൻ ബെഞ്ച്. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ഇല്ല, ഞങ്ങൾ നോമിനേഷനും കൊടുക്കാനും പോകുന്നില്ല, ഞങ്ങളത് ഹർജി പിന്നെ അപ്പീലും പിൻവലിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ വെള്ളാപ്പള്ളി നടേശനെതിരെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഒരു സമുദായ നേതാവിനെതിരെ സമുദായത്തിനകത്ത് നിന്ന് തന്നെ എന്തുകൊണ്ട് ഇത്രത്തോളം അറ്റാക്കുകൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇത്രത്തോളം എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു, എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം. അയാളുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും സമുദായത്തിന് ഗുണകരമായിട്ട് ഭവിച്ചിട്ടില്ല. ഇന്നാട്ടിലെ സാധാരണക്കാരായ ഒരാൾക്ക് പോലും നമുക്കറിയാം, പിന്നെ ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർ നിരവധി പേരുള്ള ഒരെണ്ണമാണ്. അതായത് നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് നിരന്തരം കൂലിപ്പണി എടുക്കുന്നവരടക്കമുള്ളവർ നിരവധിയുള്ള ഒരു സമുദായമാണ് ഈ ഈഴവ സമുദായം. അതിലുള്ള ആൾക്കാരെ പോലും പിഴിഞ്ഞുകൊണ്ട് എന്താ പറയാ വലിയ രീതിയിൽ തടി വെച്ച് ജീവിക്കുന്ന ഒരാള്, അതായത് പിഴിഞ്ഞ് അവരെ ഊറ്റി വെള്ളാപ്പള്ളി നടേശൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ല എന്തെങ്കിലും സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും ചെയ്തോ? പത്മഭൂഷൺ എടുത്തു കൊടുക്കാൻ ആലോചിച്ച് നോക്കൂ. ഇവിടെ ബാക്കി സമൂഹത്തിന് വേണ്ടി ഗുണകരമായ പ്രവർത്തികൾ ചെയ്ത് ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ല. ക്രിമിനൽ കേസുകളിൽ കൊലപാതക കേസും ആത്മഹത്യാ പ്രേരണ കുറ്റവും പിന്നെ ഈ പറയുന്ന മോട്ടിക്കലും എല്ലാം കൂടെ നടത്തി നടക്കുന്ന ഒരാളെ പിടിച്ചിട്ട് എന്താ വെച്ചാൽ കള്ളന് കഞ്ഞി വെച്ചോന്നൊക്കെ വിളിക്കില്ലേ എന്ന് പറയുന്ന പോലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഇത് പത്മഭൂഷൺ കൊടുക്കാന്ന് പറഞ്ഞാൽ സർക്കാർ ഉത്തരം പറയണ്ടേ? ഇതിനു മുൻപ് തന്നെ രാഷ്ട്രപതി ഭവന് കത്തയച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ എന്ത് കാരണം കൊണ്ടാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ശുപാർശ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വീണ്ടും ഈ രീതിയിൽ സ്വാഭാവികം എന്നിട്ട് നമ്മുടെ കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുന്നതിന്റെ തരത്തിൽ സംസാരിക്കുക, കേരളത്തിൽ നിന്നും ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുക? എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ ഉള്ള ഒരു ഇന്നത്തെ കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ അരുവിപ്പുറത്തോ ശിവഗിരിയിലോ അതല്ലെങ്കിൽ ചെമ്പഴന്തിയിലോ 7 അയല തടിപ്പിക്കത്തില്ലായിരുന്നു.
ഗുരുദേവൻ അടിച്ചോടിച്ചേനെ. ഒരിക്കലും അദ്ദേഹം പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഹിംസാത്മകമായ പ്രവൃത്തി അദ്ദേഹം ചെയ്യില്ല. എങ്കിൽ തന്നെയും വെള്ളാപ്പള്ളിക്കെതിരെ അദ്ദേഹം വടിയെടുത്തേനെ. കാരണം എന്താ, അത്രത്തോളം സമുദായ ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഗുരുദേവൻ തുടങ്ങി വെച്ച SNDP യോഗം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന സമീപനമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറയുന്ന ആ ഒരു ആപ്തവാക്യത്തെ തന്നെ കാറ്റിൽ പറത്തുന്ന ഒരു സമീപനമല്ലേ അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുസ്ലിം വിരോധം, ഇവിടെ ആളി കത്തിക്കുക, ഇവിടെ ഒരു സമുദായത്തിന് വേണ്ടി മാത്രം ഇവിടെ എല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു ഡയലോഗ് അല്ലേ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മളൊരു കമ്മ്യൂണൽ ഹാർമണിയിൽ ഒരു മതസൗഹാർദ്ദപരമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് എല്ലാ തരത്തിലുമുള്ള വിലങ്ങുതടിയായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയല്ലേ നമ്മൾ അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്. ഇപ്പൊ കോടതിയിൽ നിന്ന് തിരിച്ചടികളുടെ കാലമാണ് വെള്ളാപ്പള്ളിക്ക്. വെള്ളാപ്പള്ളി ഇനി എഴുന്നേറ്റ് നിൽക്കാൻ കുറച്ച് പാടുപെടും. ഇപ്പം കോടതി വിധിയെല്ലാം കൂടെ ആയി കഴിയുമ്പോൾ പ്രാതിനിധ്യ വോട്ടവകാശം ഇവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 1 കോടിയിലധികം വരുന്ന ആൾക്കാർ പ്രാതിനിധ്യ വോട്ടവകാശം. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 35 ലക്ഷത്തോളം വരുന്ന ഇതൊരു കമ്പനി ആക്ട് പ്രകാരമാണ് SNDP യോഗ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു ഇതില് 35 ലക്ഷത്തോളം വരുന്ന ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് മാത്രമുണ്ട് അതില്. അവരെ മുഴുവൻ വഞ്ചിക്കുന്ന സമീപനമല്ലേ കാണിക്കുന്നത്. അവരെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടിയിലധികം വരുന്ന സമുദായത്തിലുള്ള സാധാരണക്കാരെ മുഴുവൻ വഞ്ചിച്ച് അങ്ങേ അറ്റത്തെത്തിക്കുന്ന സമീപനമല്ലേ അദ്ദേഹത്തിനാണ് പിടിച്ച് പത്മഭൂഷൺ കൊടുക്കുന്നത്. ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയുമോ? നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരന് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ചിരിയല്ലാതെ വരൂ? ചിരിയല്ലാതെ വരൂ? ഇയാൾക്കൊക്കെ എന്തിനു കൊടുക്കുന്നു എന്നൊരു ചോദ്യം അവരുടെ മൈൻഡിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. സത്യമല്ലേ പറയുന്നത്? എന്നിട്ട് പിന്നീടോ ഇദ്ദേഹത്തിന് പിന്നെ എന്ത് ക്വാളിറ്റി ഉണ്ട് വെള്ളാപ്പള്ളിക്ക്? നമ്മള് അന്ന് കോടതിയിൽ 2021 കോടതി ചലഞ്ച് ചെയ്യുന്നതാണ്. ആ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിന് DIN നമ്പർ വേണ്ട, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവണം. അത് 2 എണ്ണം ഉണ്ട്. അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പൊ മീൻസ് പാസ്പോർട്ട് 2. അപ്പൊ എന്തിനാണ് ഇതെല്ലാം ഈ 2 എണ്ണം? അതൊരു ശരിയായ വഴിയല്ലല്ലോ. 2 എണ്ണം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയായ വഴിയല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹം ഡിസ്ക്വാളിഫിക്കേഷന്റെ വക്കി നിൽക്കുകയാണ്. അത് അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. സമുദായത്തിനകത്ത് തന്നെ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ അയോഗ്യത കൽപ്പിച്ച് കോടതി പോലും അയോഗ്യനാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ. ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം പത്മഭൂഷണെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താ? പത്മ പുരസ്കാരങ്ങളെ പാടെ ഏത് പട്ടിക്കും കാശെറിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞ കാശെറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിന് വെള്ളാപ്പള്ളി തന്നെ മറുപടി പറയണം. ഏത് പട്ടിക്കും കിട്ടുമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി കൃത്യമായിട്ട് പറയണം. തനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം എന്തുകൊണ്ട് പറയാൻ പഠിക്കുന്നു? അപ്പം ഈ രീതിയിൽ ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങളുടെ കാശ് കൊണ്ട് സാധാരണക്കാരെ ഊറ്റുക എന്ന് മാത്രമല്ല, അവരെ ഊറ്റി അവരുടെ ചാറ് പിഴിഞ്ഞെടുത്ത് സ്വന്തം പ്രതികരണ ശേഷി ഇല്ലാതാക്കി. അതെ, പ്രതികരിക്കാൻ പറ്റത്തില്ല. അതായത് പ്രതികരിക്കുന്നവരുണ്ടെന്ന് ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ പേടിയാണ്, പലർക്കും പേടിയാണ്. അതാണ് പ്രശ്നം. പ്രതികരണ ശേഷിയൊക്കെ ഉള്ള സമൂഹം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യ വോട്ടവകാശം കൊണ്ട് ഏകദേശം 10-30 വർഷക്കാലമായിട്ട് അതിന്റെ തലപ്പത്ത് തുടരുകയാണ്. അതായത് 100 പേർക്ക് ഒരു വോട്ട്. ഈ രീതിയിൽ തന്റെ ശിങ്കിടികളെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് ഞാൻ ഇവിടുത്തെ മേലാവിയാണ്, ഞാൻ തന്നെ ആയിരിക്കും, ഈ മരിക്കുന്നവരെ ഞാൻ തന്നെ ആയിരിക്കും SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് വിരാജിച്ച് നടക്കുകയാണ് ഈ മനുഷ്യൻ. അപ്പം ഇങ്ങനെ സ്വന്തം സമുദായത്തിലുള്ളവരെ കബളിപ്പിക്കുന്ന സമീപനം, അവരെ ഊറ്റി ജീവിക്കുന്നു. അങ്ങനെ എന്തെല്ലാം പേരുദോഷമുള്ള ഒരു മനുഷ്യനാണെന്നറിയോ വെള്ളാപ്പള്ളി നടേശൻ. ഈ പറയുന്ന പോലെ ശ്രീനാരായണ ഗുരുവിന്റെ എന്ത് ആശയം പിൻപറ്റിയാണ് അദ്ദേഹം ജീവിക്കുന്നത്? എന്തെങ്കിലും ഒരു ആശയം അദ്ദേഹം പറഞ്ഞിട്ടുള്ള അനവധിയായ മഹദ്വചനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഗുരുദേവന്റെ. അതിൽ ഏതെങ്കിലും ഒരൊറ്റ ഈ ഒരെണ്ണമെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? അദ്ദേഹം നടത്തുന്ന ബിസിനസ് എന്നാണ് കള്ളുകച്ചവടം. ഗുരുദേവൻ അതിനെതിരായിരുന്നു. അല്ല, അത് വിഷമാണ് എന്ന് പറഞ്ഞ ഒരാളാണ് ഗുരുദേവൻ. ആ കോൺസെപ്റ്റിനെ പോലും മറികടന്നുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടം എന്താ? കള്ളുകച്ചവടമാണ് അദ്ദേഹം നടത്തുന്നത്, ഇല്ലേ? അപ്പൊ അതും അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും അദ്ദേഹത്തിന്റെ വാക്കിലും എല്ലാം ഗുരുനിന്ദ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഗുരുദേവനോടുള്ള നിന്ദയാണ് അടിമുടി ഗുരുദേവ നിന്ദയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ ഈ ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കത്തക്കതാണ്. കാര്യം അങ്ങനെ ഒരു ചോദ്യം കൊടുക്കണം, അവിടെ ചോദ്യം ചോദിച്ചിരിക്കണം. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ജനങ്ങൾ ബോധ്യപ്പെടണമെന്ന്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി അതേസമയം വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട്, ഇപ്പം നമുക്കറിയാം കൊല്ലകയിൽ ഒരു അമ്മയുണ്ട്, അവര് വീട്ടിൽ വനം വളർത്തിയ ഒരു അമ്മയുണ്ട്. അപ്പൊ ആ അമ്മയ്ക്ക് പത്മ പുരസ്കാരം കൊടുത്തു, തെറ്റില്ല. എന്തുകൊണ്ടാണ്? ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വനം ഉണ്ടാക്കാം
എന്നുള്ള ഒരു വലിയൊരു കോൺസെപ്റ്റ്, വനവും കുളവും ഒക്കെ നിർമ്മിക്കാൻ നമുക്കത് നോക്കി നടത്താം എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിന് നൽകിയതാണ്. ഇന്ന് പരിസ്ഥിതിയെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു സമീപനമാണ് ലക്ഷ്മിക്കുട്ടി അമ്മയുടേത്. അപ്പൊ ആ അമ്മയ്ക്ക് പിന്നെ പത്മ പുരസ്കാരം കിട്ടുമ്പോൾ നമുക്ക് ചോദ്യമില്ല, എന്തിന് എന്നൊരു ചോദ്യമില്ല. വെള്ളാപ്പള്ളി കിട്ടുമ്പോൾ ചോദ്യം വരുന്നൊരു കാരണം ഇതാണ്, എന്ത് നന്മ ചെയ്തു സമുദായത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ആ ചെയ്ത നന്മ എന്താണെന്ന് ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. ഇനി അതല്ല, ഇവർ കാണുന്ന നന്മ മുസ്ലിം വിരോധത്തെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമമാണെങ്കിൽ, അവർ കാണുന്ന നന്മ അതാണെങ്കിൽ ശരി, അത് കോടതിയുടെ മുമ്പ് വ്യക്തമാക്കണം. അപ്പോഴും കോടതി ചോദിക്കും, ഇതൊരു മതേതര രാജ്യമാണ് അല്ലെ, ഇതൊരു സെക്യുലറിസ്റ്റിക് രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എല്ലാ മതങ്ങളിലും സൗഹാർദ്ദപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ എന്തിന് ഈ പറയുന്ന അതിനെ കമ്മ്യൂണൽ ഹാർമണിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം വെകിടുകൾക്ക് എന്തിന് ഈ പത്മ പുരസ്കാരം കൊടുത്ത് അതിനെ പത്മ പുരസ്കാരത്തിന്റെ വിശുദ്ധി തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു ചോദ്യം കോടതി ചോദിക്കും. അതിന് കൃത്യമായി സർക്കാർ മറുപടി പറയണം. അതാണ് വേണ്ടത്. അപ്പം ഇതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ കൃത്യമായി പറയുകയും വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ ഈ പത്മ പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ഇത് തെറ്റായി പോയി, അങ്ങേയറ്റത്തെ തെറ്റാണ് കാണിച്ചത്. പത്മ പുരസ്കാരം കിട്ടിയ മറ്റുള്ള വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെക്കുള്ള ആദരവ്, ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു വില പോയി. അത് നേടിയിട്ടുള്ള ആദരണീയരായ എത്ര ആളുകളാണ്, എത്ര വ്യക്തിത്വങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവരുടെ വില തന്നെ കളയുന്നതല്ലേ ഇപ്പൊ ഈ കാണിച്ചത്. പത്മ പുരസ്കാരത്തിന്റെ വില തന്നെ ഇല്ലാതാക്കി കളയുന്ന സമീപനമല്ലേ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾക്ക് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മാറണം. ഹൈക്കോടതിയുടെ ഇടപെടൽ എന്തുകൊണ്ടും സ്വാഗതാർഹം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.